മധ്യ കേരളത്തിന്റെ മലയോരത്ത് നെഞ്ചിടിപ്പിക്കുന്ന കാഴ്ചകൾ. ഒറ്റ രാത്രിയിലെ പെയ്ത്തിൽ വെള്ളത്തിലായി പ്രധാന ടൗണുകൾ. പുഴകളെല്ലാം കരകവിഞ്ഞു. റോഡുകൾ പലതും വെള്ളത്തിനടിയും. ഗതാഗതം താറുമാറായി. അറിയില്ല എന്റെ അപ്പൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവുന്നു. ഇന്ന് ഞാനില്ലാത്തതുകൊണ്ട് എന്റെ അപ്പൻ ജലപാനം പോലും ചെയ്തിട്ടുണ്ടാവില്ല. അയ്യോ, ഇറച്ചി നല്ലോണം ഇട്ടെടുത്ത് സലീമേ, നമ്മളെ നാട്ടുകാർ വയറിറച്ചി കഴിക്കട്ടെ. കോലറക്കല് പൊയ്തൂട്ടിയാക്കിന്റെ പൊരയെന്നല്ലാണ്ട് വേറെ എവിടുന്നെങ്കിലും ബിരിയാണി കിട്ടിയ നാട്ടുകാർക്ക് ബിരിയാണി നമ്മൾ കാണാത്തട്ടാണോ? സംസ്ഥാനം കാലവർഷക്കെടുതിയിൽ ദുരിതം നേരിടുമ്പോൾ യൂത്ത് ലീഗ് നേതാവിന്റെ സൽക്കാര വിരുന്നിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വിമർശനം. ഇവനേതാ തിരിച്ചു ഓർന്നാ ചേച്ചി പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. കഴിഞ്ഞ തവണ പ്രകൃതിക്ഷോഭം ഉണ്ടായ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മറ്റു പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലായിരുന്നു അദ്ദേഹം വ്യാപൃതനായത്. എന്നാൽ ഇന്നത്തെ മുഖ്യമന്ത്രി അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഞങ്ങളല്ലോ ഭരിക്കുന്നേ, ആ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറ. സഖാവിനുള്ള വില പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നാട്ടിലില്ല. അയാളൊരു കള്ളനാണെന്ന് കംപ്ലീറ്റ് ആൾക്കാർക്ക് അറിയാം. കള്ളന്മാരുടെ വാക്കാരെങ്കിലും വിശ്വസിക്കുവോ? എവിടെ ഏതാണ്ട് ഈ ഒരു ഗുളിയാ തന്നത്. രാവിലേക്ക് നിങ്ങളെ മാറ്റുന്നല്ലാതെ സൗകര്യങ്ങളൊന്നും എന്തോ സൗകര്യങ്ങളാണ്, എന്തുവാ, എന്തിനാ മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണം മൃഗമേ. എന്തോനായി ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കേറി പോന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കുന്നിരുന്നോണെങ്കിലും പറയാമായിരുന്നു. നിങ്ങൾ ഇത്ര ചീപ്പായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഇനി ആരും സൂത്രം കാണിച്ചാ അമ്മേ, രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ മോനെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന വിജിരിമോൻ പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞുള്ളത് അത്രേ ഉള്ളു കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. കാറ്റുള്ളപ്പോ തൂറ്റാൻ നോക്കുക.